ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫെർമെൻറ്റേഷൻ 2 ആണ്, പാർട്ട് 2. ഫെർമെൻറ്റേഷൻ 1 ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇത് ഫെർമെൻറ്റേഷൻ 2 ആണ്. അത് ആദ്യത്തെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ഫെർമെൻറ്റേഷൻ ചെയ്യണം. ആദ്യത്തെ ഫെർമെൻറ്റേഷൻ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്കോബിയൊക്കെ ഇട്ട് ആ കട്ടൻ ചായ ഫെർമെൻറ്റ് ആവും. ആ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ചെറിയ ചെറിയ ബോട്ടിലാക്കി നമുക്ക് ഫ്ലേവർ, നമുക്ക് ആ രണ്ടാമത്തെ ഫെർമെൻറ്റേഷൻ നമ്മൾ ഫ്ലേവർ കൊടുക്കുന്നത്. ആദ്യത്തേൽ ജസ്റ്റ് ഒരു വിനെഗർ ടേസ്റ്റ്, ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു ചായ, ഒരു കട്ടൻ ചായ പോലെ സാധനം നമുക്ക് കിട്ടും. അത് കഴിക്കാം, നമുക്ക് അപ്പോഴേ കഴിക്കാം. പക്ഷെ അതെല്ലാം കുറച്ചുകൂടി ഒരു ഫിസി ഡ്രിങ്ക് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ ആയിട്ടുള്ളത് വേണം എന്ന് വരുമ്പോഴാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. രണ്ടാം ഘട്ടം കഴിയുമ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ശരിക്കും കമ്പൂച്ച ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നണേ. അപ്പം നമ്മൾ ആദ്യ ഘട്ടം കഴിഞ്ഞു, അതായത് സ്കോബിയൊക്കെ ഇട്ട് ഇത് ഫെർമെൻ്റ് ആയി. രണ്ടാമത്തെ നമ്മൾ ഫ്ലേവർ ചെയ്യുന്ന ഘട്ടമാണ് ഇനിയുള്ളത്. ആ ഫ്ലേവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് നമ്മുടെയൊക്കെ നാട്ടിൽ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. ഇവിടെ തണുപ്പായത് കാരണം ഞാനൊരു ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ പുറത്ത് വെക്കാറുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ടാണ് നമ്മളത് കുടിക്കണേ. അപ്പം ഞാനത് എടുക്കുവാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഈ തുണിയൊക്കെ എടുത്തങ്ങ് മാറ്റണം. ഇതെൻ്റെ സ്കോബി ഹോട്ടലാണ്. ഇതെൻ്റെ ഒരു പുതിയ സ്കോബി ഹോട്ടലാണ്. അതായത് നമ്മൾ ഓരോ തവണയും ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്കോബി ഉണ്ടാവും. ആ സ്കോബീനെ നമ്മൾ അത് മാത്രത്തേക്കുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. അത് ഞാൻ കാണിച്ചു തരാം. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ കമ്പൂച്ച ഇതൊരു മെസ്സി പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ടവൽ അടിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നോക്ക്, ഇതാണ് ഇതാണ് സ്കോബി എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ഇച്ചിരി സ്ലൈമി ആയിട്ടുള്ള ഹാർഡായിട്ട് റൗണ്ടിൽ. ഇതൊന്നുമല്ല, ഇതൊരു ഈസ്റ്റും ബാക്ടീരിയയുടെ ഒരു കൾച്ചറാണ്, അത്രേ ഉള്ളൂ. ഇത് കണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഈ സംഭവമാണ് നമ്മുടെ കട്ടൻ ചായയെ ഫെർമെൻറ്റ് ചെയ്ത് സ്കോബിയാക്കി മാറുന്നത്, ഒരു പുളിപ്പും ഒക്കെ ആക്കി മാറുന്നത്. നമ്മളതൊരു ഇതിലേക്ക് വയ്ക്കാം. അത് കഴിയുമ്പം ഇതിൽ ഞാൻ ആദ്യമായിട്ട് സ്കോബി നമ്മൾ കുറേ നാളിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ട് വരും. നോക്ക്, എൻ്റെ ആദ്യത്തെ സ്കോബി എന്തുമാത്രം കട്ടിയായി നോക്കിയേ, എന്താ ശരിക്കും കട്ടിയായി. ഇനി ഇതും ഞാൻ ഇതിലേക്ക് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. ഇനിയുള്ള സംഭവമാണ് നമ്മൾ ഓരോന്നിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്ലേവർ കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഗ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ സ്കോബി ഹോട്ടലും കൂടി ഇങ്ങനെ തുറന്ന് വെക്കുകയാണ്, കാരണം എനിക്ക് ബാക്കിയുള്ള സ്കോബി ഞാൻ അതിലേക്ക് ഇടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ലിറ്ററോളം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 3 ലിറ്ററോളം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഞാൻ കണ്ടെയ്നറിലാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് ജാർ സെലക്ട് ചെയ്യാം കേട്ടോ. ഫ്ലിപ്പ് ടോപ്പ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഫ്ലിപ്പ് ടോപ്പ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ് നിറത്ത് നമ്മൾ തുറക്കുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടെയ്നറാണ് ഐഡിയൽ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ബ്ലൂബെറിയാണ്. ആദ്യത്തേൽ ഞാൻ ഫ്രോസൺ ബ്ലൂബെറിയാണ് ഫ്ലേവർ കൊടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ആപ്പിൾ കൊടുക്കാം, ബ്ലൂബെറി കൊടുക്കാം, സ്ട്രോബെറി കൊടുക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ മാങ്ങ കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ലൈച്ചി കൊടുക്കാം. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നാരങ്ങ നീരും ഇഞ്ചിയിട്ട് പഞ്ചസാര ഇട്ട് അതും കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ. അവക്കാഡോ ഒന്നും കൊടുക്കരുത്, പഴം ഒന്നും കൊടുക്കരുത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല പഴമൊന്നും. ഇവർ പറയുന്നത് 30% ഫ്രൂട്ടാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് ഒരു 30% ഇടണം എന്നാണ് പറയണത്. ഇത് ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഞാൻ എൻ്റെ ഫസ്റ്റിൽ ബ്ലൂബെറിയാണ് ഇട്ടിരിക്കുന്നത്. സെക്കൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ സോഫാർ ഞാൻ ട്രൈ ചെയ്തതിൽ മാർഗരീറ്റ മിക്സറാണ്. അത് ഒരു ലെമൺ ലൈമിയൊക്കെ ലെമൺ. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാർഗരീറ്റ മിക്സറാണ്. ഇത് ആൽക്കഹോളൊന്നും ഉള്ളതല്ല. നമ്മൾ മാർഗരീറ്റ ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ആൾക്കാരുണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി അവർ കൊടുക്കുന്നതാണ്. എനിക്കിത്
ഇഷ്ടമായി ഇതിൻ്റെ ഫ്ലേവർ കമ്പൂച്ച ഉണ്ടാക്കുമ്പോൾ ഞാനിതിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ലെമൺ, സ്വീറ്റ് ലെമൺ, ലൈമൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് എല്ലാം ഗ്ലാസ് ജാറിൽ വേണം ചെയ്യാൻ. കേട്ടോ, എൻ്റെ ഒരു ഗ്ലാസ് ജാറാണിത്. മെസ്സിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആവും. അപ്പോൾ നമ്മളൊരു തുണി താഴെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ക്ലീൻ ചെയ്യാം. ആ തുണി മാത്രം ക്ലീൻ ചെയ്താൽ മതി. ആദ്യത്തേത് ഇതിലിങ്ങനെ നോക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിറച്ചൊന്നും ഒഴിക്കരുത്. കുറച്ച് സ്പേസ് വിട്ട് വേണം നമ്മൾ എപ്പോഴും നിറയ്ക്കാൻ. കാരണം ഇത് ഫെർമെൻ്റ് ആയി തുടങ്ങുമ്പോഴേക്കും എയർ തങ്ങി നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരരുത്. അത്ര ഒഴിക്കുക. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഞാൻ ആ മാർഗരീറ്റ മിക്സർ ഇട്ടിൽ അതിലൊഴിച്ച് കുറച്ചുകൂടെ ഞാൻ ഒഴിക്കാൻ പോവാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ കുറേ ഫ്ലോട്ടിങ് ആയിട്ടൊക്കെ കുറേ അതും ഇതുമൊക്കെ കിടപ്പുണ്ട്. അതൊന്നും കണ്ട് പേടിക്കണ്ട. അതൊക്കെ ഒരു ഈസ്റ്റാണ്. അതുകൊണ്ട് അത് നമ്മുടെ വയറിന് നല്ലത് മാത്രമേ കുഴപ്പം ഉണ്ടാവുള്ളൂ. ഒരു കുഴപ്പം ഉണ്ടാവില്ല അത് കുടിച്ചതുകൊണ്ട്. ഫ്ലേവർ ചെയ്തു. ഇനിയിപ്പോൾ ഞാനിത് ഓൾറെഡി ഞാൻ ഈ സാധനം നിറയ്ക്കാൻ പോകാൻ ഇതിൽ ഞാൻ ഓൾറെഡി സ്കോബിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളത് കൊടുത്തു. അപ്പോൾ ഇത്രയും മിച്ചമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഫ്ലേവർ ഒന്നും ഇല്ലാതെ ജസ്റ്റ് കമ്പൂച്ച ഇതിലേക്ക് ഇടാൻ പോവാം. കാരണം എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പം അടുത്തൊരു ബാച്ച് കമ്പൂച്ച ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സ്റ്റാർട്ടർ ആയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കും. ശരിക്കും നല്ല ഈസ്റ്റിൻ്റെ മണം വരുന്നുണ്ട്. ഈ അടിയിലുള്ള ഈ സാധനം സത്യം പറഞ്ഞാൽ ആവശ്യമില്ല, നമുക്ക് കളയാം. അങ്ങനെ നമുക്ക് 3 ബോട്ടിൽ കമ്പൂച്ചയാണ് ഞാൻ ഫ്ലേവർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇച്ചിരി മിച്ചമുള്ള കളയാൻ മനസ്സ് വരുന്നില്ല. വേണം ഇച്ചിരി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ അകത്തല്ല, സ്കോബിനൊന്ന് പരത്തി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്കോബിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സ്കോബിന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 3-4 സ്കോബി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണയും നമ്മൾ കമ്പൂച്ച ഉണ്ടാക്കി കഴിയുമ്പം നമുക്ക് ഇതുപോലെ സ്കോബി മിച്ചം വരുമ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. അപ്പം ഞാനിത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് കവർ ചെയ്ത് എൻ്റെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഭാഗത്ത് നമ്മുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചാൽ മതി. അതങ്ങനെ ഇരുന്നോളും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്ലേവർ. രണ്ടാമത്തെ ഫ്ലേവർ സെക്ഷൻ കഴിഞ്ഞു. ഇനി എൻ്റെ വീഡിയോയിൽ ആദ്യം കമ്പൂച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചോദിച്ചാൽ. അങ്ങനെ എൻ്റെ സ്കോബി ഹോട്ടൽ റെഡിയായി, എൻ്റെ ഒരു സെക്കൻഡ് ബാച്ച് കമ്പൂച്ച റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്നാന്ന് വെച്ചാൽ ഈ 3 ബോട്ടിൽ ഞാൻ എവിടെയെങ്കിലും ഇച്ചിരി ചൂടുള്ള ഭാഗത്ത്, നമ്മുടെ അടുക്കളയിൽ ചൂടുള്ള ഭാഗത്ത്, ഡയറക്റ്റ് സൺലൈറ്റ് വരാത്ത ഭാഗത്ത് ഒരാഴ്ചയൊക്കെ വെക്കണം. എങ്കിലാണ് എൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫെർമെൻറ്റ് ആവുള്ളൂ. കാരണം ഇവിടെ തണുപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതങ്ങ് കാർബണേറ്റഡ് ആവും. നമ്മളിതിൽ കാർബണേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഇത് പൊട്ടിയൊക്കെ പോകും. അപ്പം നമുക്ക് ഒത്തിരി ചൂടുള്ള സ്ഥലത്താണ് നിങ്ങൾക്ക് തോന്നുവാണോ ഇത് ഭയങ്കരമായിട്ട് കാർബണേറ്റഡ് ആയി, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോകുന്നൊക്കെ പേടി. നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ബെർപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത്. നമുക്കത് ചെയ്യാം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴേക്കും കാർബണേഷൻ കുറച്ചുകൂടെ കൺട്രോൾഡ് ആവും. അപ്പം നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കുടിക്കാം. ഇനി അതല്ല ഇപ്പോഴൊന്നും കുടിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ നമ്മളൊരു പുറത്ത് വെച്ചിട്ട് അത് ഫെർമെൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞ്
നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അവിടെ കീപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി ആയിട്ട് കുടിക്കാം നമുക്ക് ആവശ്യമുള്ളത്. അത്രയേ ഉള്ളൂ.